காசு எங்களுக்கு பெருசா? இத்தனை உயிர் போய் கிடக்குது, அவனால என்ன செய்ய முடியும்? நான் அடுத்த ஊருக்கு எந்த முதல்ல வச்சு மாநாடுக்கு போவேன். அவன் மாநாட்டுக்கே போக கூடாது. போனான்னு வச்சுக்கோங்க, நான் சொல்றேன், அவன்கிட்ட சொல்லுங்க, நான் முதல்ல சிறப்ப கட்டியாத அடிப்பேன். இவன் போய் நீ சொகுசா படுத்திருக்கிற ஏசியில, நாங்க கிடக்கிறோம், வீதியில கிடக்குறோம். நாங்க வீதியில கிடக்குறேன், என் பாப்பா எங்க குடும்பத்தை. அரசியல் பண்ணுங்க வேணாம்னு சொல்ல, அதுக்காக கூட்டத்தை கூட்டி இந்த மாதிரி நெருக்கடி பண்ணி மற்றவங்களுக்கு மாசு காட்டி மற்றவங்க இருக்கிறவங்க எல்லாம் சாக வச்சு நீங்க அரசியல் பண்ணுங்கிறது என்னங்க இருக்குது? കരൂരിലെ നടൻ വിജയുടെ രാഷ്ട്രീയ റാലിക്കുണ്ടായ ആ ഒരു തിരക്കിലും തെക്കിലൊക്കെ പെട്ട് 1.5 വയസ്സ് മുതലുള്ള കുട്ടിയും ഗർഭിണികളും അടക്കം 39 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്ത രാജ്യം ഞെട്ടലോടെയാണ് കേട്ടത്. സമീപകാലത്ത് ഒരു രാഷ്ട്രീയ പരിപാടിക്കിടെ നടന്ന ഏറ്റവും വലിയ ദുരന്തമാണ് കരൂരിൽ നടന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നത് ഈ ദുരന്തത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഭാസ്കരൻ എന്ന ഈ നാട്ടുകാരാണ്. അദ്ദേഹത്തിന് നന്നായി മലയാളം സംസാരിക്കാൻ അറിയാം. ചേട്ടാ, എന്താ സംഭവിച്ചത്? ഇന്നലെ വൈകുന്നേരം 7:40 വിജയ് ഇവിടെ വന്നത്. ഇവിടെ ഉണ്ടായിരുന്നോ? മരത്തിൽ കൊമ്പിന്റെ അടി ഉണ്ടായിരുന്നു. മരത്തിൽ ആൾക്കാർ കൂടുതൽ ടെറസിൽ കയറി. അപ്പം ഭയങ്കര തിരക്കായിരുന്നു. ശ്വാസം വിടാൻ പോലും അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നേരാകുമ്പോൾ തിരക്ക് കൂടി ആൾക്കാരെങ്കിലും അങ്ങനെ താഴോട്ട് വീണു. കുറെ ആൾക്കാർ മരത്തിന്റെ മുകളിൽ നിന്നും അതുപോലെ തന്നെ ടെറസിൽ നിന്നും വീണു. ഭയങ്കര തിരക്കായിരുന്നു. രക്ഷപ്പെട്ട ദൈവാധീനം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. വിജയന്റെ താരത്തെ കാണാൻ വേണ്ടി മാത്രം വന്ന ആൾക്കാർ, ചെറുപ്പക്കാർ, പിള്ളേരെല്ലാം കാണാൻ വന്നു. അല്ല, ടിവിക്ക് വന്നല്ല, കാണാൻ വന്നത്. അതേപോലെ കാണാൻ വന്ന് പെട്ടുപോയ ഒരാളാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. ഞാൻ സുരക്ഷ ഒരുക്കിയില്ലാന്ന് തോന്നിയോ? പോലീസുകാർ വളരെ കുറവായിരുന്നു, എത്താൻ പറ്റിയില്ല. പുള്ളി അവിടെ നിന്ന് ഇവിടെ വരണ വരെ പുറത്ത് വന്ന് കൈ കാണിച്ചിരുന്നെങ്കിൽ ആൾക്കാർ കണ്ട് മുന്നോട്ട് പോകുമായിരുന്നു. പുള്ളി ഇവിടെ വന്നിട്ടാണ് പുറത്ത് വരുന്നത്, വേണമെങ്കിൽ മുകളിൽ വരണത്. അതുവരെ പുറത്ത് വന്നില്ല വിജയ്. അതാ പ്രശ്നം. അവിടെ നിന്നുള്ള ആളുകൾ, അതായത് ബൈപ്പാസിൽ നിന്നുള്ള ആളുകൾ പൂർണ്ണമായി ഇങ്ങോട്ട് എത്തി. ആളുകളെത്തി. അതാ പ്രശ്നം. പിന്നെ പുള്ളി പറഞ്ഞ സമയം ഉച്ചയ്ക്ക് 12 മണി, ഇവിടെ വന്നത് 7:40. അപ്പം സമയമാകുമ്പോൾ ആൾക്കാർ കൂടുതൽ ഇങ്ങോട്ട് വന്നു, കാണാൻ വേണ്ടി വന്നു. രക്ഷപ്പെടുമായിരുന്നു ഇവിടുന്ന്. കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള സ്ത്രീകളാണ് കൂടുതൽ. എങ്ങനെയാണ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റാൻ എങ്ങനെ കഴിഞ്ഞു? പിന്നെ ആംബുലൻസ് വരാനും പ്രശ്നമായിരുന്നു. ഭയങ്കര തിരക്കായില്ലേ, ആംബുലൻസ് ഇങ്ങോട്ട് വരാനും പിന്നെ ആളുകളെ കൊണ്ട് പോകാനും പ്രശ്നമായിരുന്നു. അത്ര തിരക്കായിരുന്നു. എന്നാൽ കരൂരിൽ നടന്നത് വെറും ഒരു ദുരന്തം മാത്രമല്ല, രാജ്യത്ത് ആവർത്തിച്ച് നടക്കുന്ന അപകടങ്ങളിൽ നിന്നൊന്നും പാഠം പഠിക്കാത്തതിന്റെ ഒരു പരിണിത ഫലം കൂടിയാണ്. ബഹുജന പിന്തുണയുള്ള രാഷ്ട്രീയക്കാർ പൊതുപരിപാടികൾ നടത്തുമ്പോൾ ആളുകൾ തടിച്ചുകൂടുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അയാൾ ഒരു വെള്ളിത്തിരയിലെ സൂപ്പർ താരം കൂടിയാകുമ്പോൾ കഥ അങ്ങ് മാറുകയാണല്ലേ. താരാരാധനയുടെ കാര്യത്തിലെ തമിഴകത്തിന് വലിയൊരു ചരിത്രം കൂടിയുണ്ട്. സിനിമയിൽ നിന്ന് അധികാരത്തിലെത്തിയ നേതാക്കളും ധാരാളമുള്ള രാഷ്ട്രീയമാണ് തമിഴ്നാട്ടിലേത്. അതിലേക്കാണ് തമിഴക വെട്രി കഴകം എന്നുള്ള TVK പാർട്ടിയുമായിട്ട് വിജയ് കളം നിറയാനെത്തിയത്. കരൂരിൽ നടന്ന ദുരന്തം പോലെ തന്നെ രാജ്യത്ത് സമാനമായിട്ടുള്ള നിരവധി സംഭവങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതും രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളിൽ തിക്കും തിരക്കും ഉണ്ടായ ആളുകൾക്ക് ജീവാപായമുണ്ടായ നിരവധി അപകടങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ വലിയ ആൾക്കൂട്ടങ്ങൾക്കിടയിൽ ഉണ്ടായ സമാനമായ അപകടങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 1200-ലധികം വരും. ഇത്തരം മരണങ്ങൾക്ക് കാരണം പൊതുവെ മാധ്യമങ്ങൾ പറയുന്നത് പോലെ തന്നെ തിക്കും തിരക്കുമല്ല എന്നും മറിച്ച് പ്രോഗ്രസീവ് ക്രൗഡ് കൊളാപ്സ് അഥവാ ക്രൗഡ് ക്രാഷ് ആണെന്നാണ് ശാസ്ത്രീയ വിശകലനങ്ങൾ പറയുന്നത്. അതായത് ഒരു ചതുരശ്ര മീറ്ററിൽ 6-7 ആളുകൾ കൂടുതൽ തിങ്ങി നിറയുമ്പോഴുണ്ടാകുന്ന ഒരു കംപ്രക്സീവ് അഫെക്സിയ മൂലമാണ് ഈ ഒരു മരണങ്ങൾ സംഭവിക്കുന്നത്. சினிமா நடிகர் ஒரு நடிகர் தான். இது வந்து பெரிய கடவுள் கிடையாது. இன்னைக்கு நாளைக்கு பார்க்கலாம். ஆக்சுவலா இது இந்த டீமே ஒரு ஏமாத்து வேலை மாதிரி பண்றாங்க. ஏன்னு கேட்டீங்கன்னா, நாமக்கல்ல ஒரு மீட்டிங், அங்க இருந்து ஆட்களை அப்படியே கூட்டு வர்றாங்க. அவங்க டிவிகேவோட தொண்டர்களே நாமக்கல்காரங்க, ஈரோடுக்காரங்க, இங்க சுட்டு இருக்கிற எல்லா பக்கமும் இருக்கிறவங்க டோட்டலா கொண்டு வந்து இறக்கி ஒரு பெரிய பிம்பத்தை ஏற்படுத்தணும்னு சொல்லி காட்டுறாங்க. ஆனா இந்த உள்ள மார்ச் ஊர்ல போய் பார்க்கும்போது பாத்தீங்கன்னா, சின்ன குழந்தைங்க பாத்தீங்கன்னா எல்லாம் 2-3 வயசு குழந்தைங்க. நீங்க நான் ஒரு கோரிக்கை வைக்கிறேன். நீங்க விஜயோட ரசிகரா இருந்தா இருந்துட்டு போங்க, அது ஒன்றும் பிரச்சனை இல்ல. உங்க உயிரை நீங்க நான் எப்படி கொடுத்து போங்க, ஒன்றும் சிக்கல் இல்ல. ஆனா உங்களோட குழந்தைகளை நீங்க எப்படி கூட்டு வர போச்சு? உங்க தலைவர் தான் சொல்லிக்கிறாருல, கூட்டு வர கூடாதுன்னா கூட்டு வர வேணாம். உங்க உயிர் போனா போட்டு மயிரன் ஆகுது. பச்சிலம் குழந்தைகளை அந்த மாதிரி பழி கொடுத்துட்டு அங்க கதறவங்களோட எண்ணம் இந்த தலைவனுக்கு தெரியுமா? திருப்பதியில திருச்சிராப்பள்ளியில பிளைட்ல போறாருங்க, ஒரு 30 பேர் இறந்துட்டாங்கன்னு சொல்லி கேட்கறாங்க. ஒரு வாயை திறந்து ஒரு இரங்கல், ஒரு மனசு கஷ்டமா இருக்குன்னு கூட சொல்ல கூட தயங்குற தலைவன் தேவையே கிடையாது. இவங்க ஒரு ஜாம்பி கூட்டம் மாதிரி. இனிமேல் நான் என்ன சொல்றேன்னா, இதுக்கு அடுத்த முறையும் சனிக்கிழமை எந்த இடத்துல ஒரு மீட்டிங் போட்டாலுமே பெண்களோ
கற்பனை பெண்களோ குழந்தைகளோ யாருமே தயவு செஞ்சு போகாதீங்க. ഇത് ഒരു സൈക്കോ പാറ്റ് மாதிரி. ആ ദുരന്തത്തിന് ശേഷം ആദ്യമായി വിജയുടെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. നടുക്കം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ദുരന്തത്തിൽ തന്റെ ഹൃദയം തകർന്നു, ദുഃഖം അറിയിക്കാൻ വാക്കുകളില്ല എന്നാണ് വിജയ് അറിയിച്ചിരിക്കുന്നത്. ചെന്നൈ വിമാനത്താവളത്തിലേക്ക് ട്രിച്ചിയിൽ നിന്ന് പോകുമ്പോൾ തല കുനിച്ചു പോകുന്ന വിജയെ നമുക്ക് കാണാനാകുമായിരുന്നു. ഇത്രയധികം പേരുടെ ആ ഒരു മരണവും ഇത്ര വലിയൊരു ദുരന്തവും ഏൽപ്പിച്ച ഒരു ആഘാതത്തിൽ തന്നെയാണ് വിജയ് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇടവേളയ്ക്ക് മുമ്പ് പറഞ്ഞതുപോലെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തിക്കിലും തിരക്കിലും ആളുകൾ ചവിട്ടി മെതിക്കപ്പെട്ടല്ല മരിക്കുന്നത്. പകരം അനിയന്ത്രിതമായിട്ട് ജനസാന്ദ്രത കാരണം നെഞ്ചിലുണ്ടാകുന്ന ഒരു ശക്തമായിട്ടുള്ള മർദ്ദം മൂലം ഉണ്ടാകുന്ന ഒരു കംപ്ലക്സീവ് അഫെക്സീവ്, അതായത് ശ്വാസം മുട്ടലാണ് ഈ ഒരു മരണ കാരണം ഉണ്ടാകുന്നത്. രാഷ്ട്രീയ സംഘടനകൾ സാധാരണയായിട്ട് പ്രതീക്ഷിക്കുന്ന ജനക്കൂട്ടത്തെക്കാൾ 5 ഇരട്ടി വരെ കുറഞ്ഞ കണക്ക് നൽകിയാണ് റാലിക്ക് അനുമതി വാങ്ങുന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒഴിവാക്കാനും രാഷ്ട്രീയ പ്രാധാന്യം കൂട്ടാനും വേണ്ടിയിട്ട് മനഃപൂർവ്വം നടത്തുന്ന ഈ ഒരു കള്ളത്തരമാണ് ക്രൗഡ് ക്രാഷിന് നേരിട്ടുള്ള കാരണം. ജനപ്രിയ നേതാവിനടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ആരാധകരും പാർട്ടി പ്രവർത്തകരും അനിയന്ത്രിതമായിട്ട് മുന്നോട്ട് കുതിക്കുന്ന അവസ്ഥ അപകടത്തെ കാരണമാകുന്നു. ഈ ഒരു അനിയന്ത്രിതമായിട്ടുള്ള കുതിച്ചുചാട്ടമാണ് സുരക്ഷാ ക്രമീകരണങ്ങളെ അപ്പാടെ തകർക്കുന്നത്. ഇതിനു പുറമെ ചൂടും കാലതാമസവും ആളുകളുടെ ക്ഷമ നശിപ്പിക്കുകയും ആൾക്കൂട്ടത്തെ അസ്ഥിരമാക്കുകയും ചെയ്യുന്നു. എന്തായാലും ഈ ഒരു സംവിധാനത്തിന്റെ ഈ വീഴ്ചകളുടെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് കരൂരിൽ നടന്ന തമിഴക വെട്രി കഴകം പാർട്ടിയുടെ റാലിയിലും സംഭവിച്ചത്. മരിച്ചവരുടെ കുടുംബത്തിന് 20 ലക്ഷം രൂപ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നടൻ വിജയ് എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപയാണ് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രഖ്യാപിച്ചത്. അതോടൊപ്പം തന്നെ 1 ലക്ഷം രൂപ പരിക്കേറ്റവർക്കും പ്രഖ്യാപിച്ചപ്പോൾ വിജയ് 20 ലക്ഷം രൂപ മരിച്ചവരുടെ കുടുംബങ്ങൾക്കും 2 ലക്ഷം രൂപ പരിക്കേറ്റവരുടെ കുടുംബത്തിനും ധനസഹായം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതും മറ്റൊരു എക്സിലെ കുറിപ്പിലൂടെയാണ് വിജയ് ഇക്കാര്യവും അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ തുക പരിഹാരമല്ല, ഈ തുക പര്യാപ്ത പരിഹാരമല്ല, ഇവരുടെ നഷ്ടത്തിന് പരിഹാരമല്ല എന്ന് തനിക്കറിയാം. എങ്കിൽ തന്നെയും ഇവർക്കൊപ്പം ഇവർക്ക് എല്ലാ അസിസ്റ്റൻസും എല്ലാ സഹായവും താനും ടിവിക്കയും നൽകും എന്നാണ് വിജയ് പറയുന്നത്. പരിക്കേറ്റ ആളുകൾ വളരെ വേഗം അവർ റിക്കവർ ആകട്ടെ, അവർ സുഖം പ്രാപിക്കട്ടെ എന്നും വിജയ് പറയുന്നുണ്ട്. വളരെ അപ്രതീക്ഷിതമായ ഒരു ദുരന്തമാണ് സംഭവിച്ചത് എന്നതാണ് വിജയ് പറയുന്നത്. പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള ഒരു അപകടമാണ് സംഭവിച്ചത്. അത്തരം ഒരു സാഹചര്യം ആരും പ്രതീക്ഷിച്ചതല്ല എന്നും വിജയ് പറയുന്നുണ്ട്. എന്തായാലും ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും അധികം പ്രതിഫലം പറ്റുന്ന താരം, ഒരു സിനിമയ്ക്ക് 200 കോടി രൂപയിലധികം പ്രതിഫലം പറ്റുന്ന താരം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആദായ നികുതി അടയ്ക്കുന്ന രണ്ടാമത്തെ ഉയർന്ന ആദായ നികുതി അടയ്ക്കുന്ന താരം, അദ്ദേഹത്തിന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടി നടത്തുന്നു. ആ പരിപാടിയിൽ മരണമടഞ്ഞ 39 പേരുടെ കുടുംബങ്ങൾക്ക് ഇപ്പോൾ 20 ലക്ഷം രൂപയാണ് ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് പര്യാപ്തമാണോ അല്ലയോ എന്നുള്ള ചർച്ചകൾക്ക് കൂടി ഒരുപക്ഷേ വരും മണിക്കൂറുകളിൽ ഈ ഒരു ദുരന്തത്തിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അനുവദിച്ചതിലും 5 ഇരട്ടിയിലധികം ആളുകൾ തടിച്ചുകൂടിയതാണ്. അതായത് 1.5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള സ്ഥലത്ത് 10,000 പേർക്ക് മാത്രമാണ് സംഘാടകർ അനുമതി തേടിയെങ്കിലും വിജയുടെ ജനപ്രീതി കാരണം ഏകദേശം 50,000-ലധികം ആളുകൾ റാലിക്കായി എത്തി. സെലിബ്രിറ്റി അധിഷ്ഠിത രാഷ്ട്രീയത്തിൽ സാധാരണയായിട്ട് കാണുന്ന സെലിബ്രിറ്റി ഓറ മൾട്ടിപ്ലെയർ എന്ന ഒരു പ്രതിഭാസമാണ് അനിയന്ത്രിതമായിട്ട് തിരക്കിന് കാരണമായത്. കൂടാതെ വിജയ് പരിപാടിക്ക് മണിക്കൂറുകൾ വൈകി എത്തുകയും കഠിനമായ ചൂട് നിലനിൽക്കുകയും ചെയ്തത് ഈ ഒരു ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു. ഈ ചൂടും കാലതാമസവും കാരണം നിരവധി പേര് തിക്കിലും തിരക്കിലും ഒക്കെ ബോധരഹിതരായി. കരൂർ ദുരന്തത്തിൽ അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾ ഗുരുതരമായിട്ട് തടസ്സപ്പെട്ടു. തിരക്കേറിയ റോഡുകൾ കാരണം ആംബുലൻസുകൾക്കും അകത്തെ പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ഇത് ചികിത്സ ലഭിക്കുന്നതിന് നിർണായകമായിട്ടുള്ള ഒരു കാലതാമസമുണ്ടായി. പലരും ആശുപത്രിയിൽ എത്തിക്കും മുൻപ് തന്നെ മരിച്ചിരുന്നു എന്നാണ് തമിഴ്നാട് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയത്. സംഭവത്തെ തുടർന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ആയിട്ടുള്ള MK സ്റ്റാലിൻ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുകയും റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള അരുണ ജഗദീശ്വരൻ അധ്യക്ഷനായിട്ടുള്ള ഏകാംഗ അന്വേഷണ കമ്മീഷനെ നിയമിക്കുകയും ചെയ്തു. ഈ സംഭവത്തിൽ പോലീസ് TVK ജില്ലാ സെക്രട്ടറിക്കെതിരെ കേസും എടുത്തു. അനിയന്ത്രിതമായിട്ട് ആളുകൾ എത്തുമെന്നറിയാവുന്നവരായിട്ടും അവർ മുൻകരുതലുകൾ അവഗണിച്ചു. സുരക്ഷാ മുന്നറിയിപ്പുകൾ അവഗണിച്ചതും അപകടത്തിന് കാരണമായിട്ടുണ്ട്. ആൾക്കൂട്ട ദുരന്തങ്ങൾ കരൂരിൽ മാത്രം ഒതുങ്ങുന്നില്ല. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ പൊലിഞ്ഞത് 11 ജീവനുകളാണ്. അതായത് 2025 ജൂണില് ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പുറത്ത് IPL വിജയാഘോഷത്തിനിടെ 11 പേര് മരിച്ചതാണ് ഈ വർഷം നടന്ന പ്രധാന സംഭവങ്ങളിൽ ഒന്ന്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു തങ്ങളുടെ ആദ്യ IPL കിരീടം അതായത് 2025 നേടിയതിനെ തുടർന്ന് നടത്തിയ ഒരു വിജയാഘോഷങ്ങൾക്കിടയിലായിരുന്നു ഈ ഒരു സംഭവം. ടീമിന്റെ വിജയം ആഘോഷിക്കാൻ ലക്ഷക്കണക്കിന് ആരാധകർ സ്റ്റേഡിയത്തിന് പുറത്ത് തടിച്ചുകൂടി. വലിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കഴിയാതിരുന്നതിനെ തുടർന്ന് സ്റ്റേഡിയത്തിന്റെ ഗേറ്റുകൾക്ക് സമീപം തിക്കും തിരക്കും ഉണ്ടാവുകയായിരുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് ജോൺ മൈക്കൽ കമ്മീഷന്റെ കണ്ടെത്തലുകൾ രാഷ്ട്രീയ റാലികളിലെ പരാജയങ്ങൾക്ക് സമാനമാണ്. ഗുരുതരമായിട്ടുള്ള അശ്രദ്ധയും ചുമതല നിർവഹിക്കുന്നതിലെ വീഴ്ചയും കമ്മീഷൻ കണ്ടെത്തി. സ്റ്റേഡിയത്തിനകത്ത് പോലീസിനെ വിന്യസിച്ചിരുന്നുവെങ്കിലും അപകടമുണ്ടായ സ്ഥലത്തിന് പുറത്ത് പോലീസ് വിന്യാസം ഉണ്ടായിരുന്നില്ല. കൂടാതെ സ്ഥലത്ത് ആംബുലൻസുകൾ ഇല്ലാതിരുന്നതും വൈകിയുള്ള ഔദ്യോഗിക പ്രതികരണം, അതായത് പോലീസ് കമ്മീഷണറിനെ ഈ ഒരു സംഭവം അറിയിച്ചത് 2 മണിക്കൂറിന് ശേഷമാണ്.
സെലിബ്രിറ്റി ആവേശത്തിൽ സംഭവിക്കുന്ന മുൻകൂട്ടി ആസൂത്രണം ചെയ്യാത്ത ആഘോഷങ്ങൾ പോലും ദുരന്തങ്ങളിലേക്ക് നയിക്കാമെന്ന് തെളിയിക്കുന്ന സംഭവമായിരുന്നു ഇത്. ദുരന്തത്തെ തുടർന്ന് കർണാടക ക്രൗഡ് കൺട്രോൾ ബില്ല് 2025 അവതരിപ്പിച്ചു. ആസൂത്രണപരമായിട്ടുള്ള വീഴ്ചകൾക്ക് സംഘാടകരെ ഉത്തരവാദികളാക്കാൻ ലക്ഷ്യമിടുന്ന ഈ ഒരു ബില്ല് രാജ്യത്തെ ക്രൗഡ് മാനേജ്മെന്റ് നിയമനിർമ്മാണത്തിലെ ഒരു വഴിത്തിരിവാണ്. അതുപോലെ തന്നെയാണ് 2025 ജനുവരി 29 നടന്ന കുംഭമേളയുടെ പ്രധാന ദിവസങ്ങളിലൊന്നായിട്ടുള്ള മൗനി അമാവാസി ദിനത്തിൽ പുലർച്ചെയാണ് അവിടെയും ദുരന്തം സംഭവിച്ചത്. മഹാകുംഭമേളയിലെ സംഘം കടവിൽ നടന്ന തിക്കിലും തിരക്കിലും 30 മുതൽ 39 പേരെ മരിച്ചതായാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ. താൽക്കാലികമായി സ്ഥാപിച്ച ബാരിയർ തകർത്താണ് ഇതിന് കാരണം. അമൃത സ്ഥാനത്തിന് വേണ്ടി, അതായത് പുണ്യ സ്നാനം ചെയ്യാൻ വേണ്ടി ഈ ഒരു തീർത്ഥാടകർ കൂട്ടമായിട്ട് എത്തുകയും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ വെച്ചിരുന്ന ബാരിക്കേഡുകൾ തകർന്ന് നിങ്ങൾ തിക്കി തിരക്കി ഓടിയതാണ് ഈ ഒരു ദുരന്തത്തിലേക്ക് നയിച്ചത്. VIP വാഹനങ്ങൾക്ക് വേണ്ടി ചില പാലങ്ങൾ അടച്ചതും തിരക്ക് കൂട്ടാൻ കാരണമായി എന്നുള്ള ആരോപണവുമുണ്ട്. എന്നാൽ ഈ ഒരു ദുരന്തത്തിലെ ഔദ്യോഗിക കണക്കുകളും സ്വതന്ത്ര റിപ്പോർട്ടുകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. BBC അന്വേഷണത്തിൽ കുറഞ്ഞത് 82 മരണങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. ന്യൂസ് ലോണ്ടറി റിപ്പോർട്ടിൽ 79 മരണങ്ങളും രേഖപ്പെടുത്തി. ചിലർ പുഴയുടെ കരയിൽ കിടന്നുറങ്ങുമ്പോൾ ചവിട്ടേറ്റതായും പോലീസിന് ലാത്തി ചാർജ് ഭയന്ന് ആളുകൾ ഓടിയപ്പോൾ തിരക്കുണ്ടായതാകും ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളും പറയുന്നുണ്ട്. മരണസംഖ്യയിലെ ഈ വലിയ വ്യത്യാസം പ്രധാന ദുരന്തങ്ങൾക്ക് ശേഷം വിവരങ്ങൾ കൈകാര്യം ചെയ്യും സുതാര്യതയില്ലായ്മയും സ്ഥാപനപരമായിട്ടുള്ള ശ്രദ്ധ മാറ്റാനുള്ള ശ്രമങ്ങളെയും എടുത്തു കാണിക്കുന്നുണ്ട്. കൂടാതെ സംസ്ഥാന സർക്കാർ അന്വേഷണ കമ്മീഷനെ നിയമിച്ചതിനോടൊപ്പം തന്നെ ഗൂഢാലോചന അന്വേഷിക്കാൻ STF സംഘത്തെ നിയോഗിച്ചു. ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിൽ നിന്ന് ഭരണകൂടം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു എന്നതിന്റെ ഒരു സൂചനയായിട്ട് ആരോപണവും ഉയർന്നിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു സംഭവമാണ് ഈ ഒരു 2025 നടന്നത്. അതായത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നടന്നത്. ഫെബ്രുവരി 2025 ഈ ഒരു മഹാകുംഭമേളയിലേക്ക് പോകുന്ന തീർത്ഥാടകർ ഉൾപ്പെടെ 18 പേര് റെയിൽവേ സ്റ്റേഷനിൽ മേൽപ്പാലത്തിൽ തിക്കും തിരക്കും കാരണം തെന്നി വീണതിനെ തുടർന്ന് മരിച്ചു. ഉത്സവ സീസണുകളിലെ ഉയർന്ന ജനത്തിരക്ക് കൈകാര്യം ചെയ്യുന്നതിൽ പൊതുഗതാഗത കേന്ദ്രങ്ങളുടെ പരാജയത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ അതായത് 2025 റെയിൽവേ, മതപരം, രാഷ്ട്രീയം, വിനോദം എന്നീ 4 പ്രധാന മേഖലകളിലായിട്ട് വലിയ ദുരന്തങ്ങൾ സംഭവിച്ചത്. ദുരന്തത്തിന്റെ കാര്യത്തിൽ രാജ്യം ഒരു നിയന്ത്രണപരമായിട്ടുള്ള തളർച്ച നേരിടുന്നു എന്നുള്ള കാര്യം വ്യക്തമാകുന്നു അല്ലേ? അതായത് മുൻകാല ദുരന്തങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ദേശീയ തലത്തിൽ ഫലപ്രദമായി നടപ്പാക്കുന്നതിനും ഏകോപിക്കുന്നതിനും ഭരണ സംവിധാനങ്ങൾക്ക് വീഴ്ച സംഭവിച്ചു. 2022-23 കാലയളവിലെ ആന്ധ്രാപ്രദേശിലെ തെലുങ്കുദേശം പാർട്ടി നേതാവ് N. ചന്ദ്രബാബു നായിഡു പങ്കെടുത്ത 2 റാലികളിൽ ഒരാഴ്ചയുടെ ഇടവേളകളിൽ 11 പേര് മരണപ്പെട്ടിരുന്നു. അതുപോലെ തന്നെയാണ് കാണ്ടുക്കൂർ ദുരന്തം, അതായത് ഡിസംബർ 28, 2022 സംഭവിച്ചതാണ്. ഇവിടെ 8 പേര് മരിക്കാൻ കാരണം ആളുകൾ VVIPക്ക് അഭിവാദ്യം അർപ്പിക്കാൻ തിടുക്കം കാണിച്ചപ്പോൾ റോഡരികിൽ തുറന്ന ഓടയിലേക്ക് വീണതാണ്. തുറസായ സ്ഥലങ്ങളിലെ അപകടകരമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എങ്ങനെ മരണകാരണമാകുന്നു എന്നതിന് ഇത് ഉദാഹരണമായിരിക്കുന്നു ഈ ഒരു അപകടം. 2023 ജനുവരി 1 സംഭവിച്ച ഗുണ്ടൂർ ദുരന്തം, അതായത് നായിഡു റാലി നടത്തിയതിനു ശേഷം സ്ഥലം വിട്ടതിന് പിന്നാലെ പാർട്ടി വോളണ്ടിയർമാർ സംഘടിപ്പിച്ച റേഷൻ കിറ്റുകളുടെയും വസ്ത്രങ്ങളുടെയും ഒരു വിതരണത്തിനിടെ ഉണ്ടായ തിരക്കില് 3 പേര് മരിച്ചതായിട്ടാണ് രണ്ടാമത്തെ അപകടം. 3 സ്ത്രീകളാണ് അതിൽ മരണപ്പെട്ടത്. അടുത്തടുത്ത് 2 സമാന സംഭവങ്ങളിലായിട്ട് 11 പേര് മരിക്കാനിടയുണ്ടായ ഈ സംഭവത്തിൽ അന്വേഷണത്തിനായിട്ട് ആന്ധ്രാപ്രദേശ് സർക്കാർ ജസ്റ്റിസ് B. ശേഷസായന റെഡ്ഡി കമ്മീഷനെ നിയമിച്ചിരുന്നു. അടുത്ത 2011 കശ്മീരിലെ PDP റാലി എന്ന് പറയുന്നത്. അവിടെ 16 പേരാണ് മരണപ്പെട്ടത്. ആ അപകടത്തിന് കാരണം എന്ന് പറയുന്നത് PDP റാലി കഴിഞ്ഞതിന് പിന്നാലെ ആളുകൾ പരിപാടി നടക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തു കടക്കാൻ തിരക്ക് കൂട്ടിയതാണ്. റാലിക്ക് ശേഷം ജനങ്ങൾ പുറത്തു കടക്കാനായിട്ട് തയ്യാറായിരിക്കുന്ന എക്സിറ്റ് ഗേറ്റ് തുറക്കാൻ സാധിക്കാതെ വന്നു. ഇതോടെ ആളുകളുടെ തിക്കും തിരക്കുമുണ്ടായി. തിരക്ക് നിയന്ത്രിക്കാനാകാതെ വന്നതോടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ആകാശത്തേക്ക് നിറയൊഴിച്ചു. ഇതോടെ ആളുകൾ പരിഭ്രാന്തരാവുകയും ആശയക്കുഴപ്പത്തിലാവുകയും ചെയ്തു. അങ്ങനെയാണ് താഴെ വീണവരുടെ ശരീരത്തിൽ ചവിട്ടി ആളുകൾ ഓടുകയും ചെയ്തത്. ഈ തിരക്കിൽപ്പെട്ടാണ് 16 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. തീർന്നില്ല, ഇനിയുമുണ്ട് ഇത്തരം ഒരുപാട് കാര്യങ്ങൾ. അതായത് പിറന്നാളിന് സാരി വിതരണം നടത്തിയതിൽ മരിച്ചത് 22 പേരാണ്. BJP നേതാവായ ലാൽജി ടണ്ടന്റെ 70ാം പിറന്നാളിനോടനുബന്ധിച്ച് ഉത്തർപ്രദേശിലെ ലക്നൌവിലെ സൗജന്യമായിട്ട് സാരി വിതരണം ചെയ്ത പരിപാടിയിലാണ് 22 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം. ശരിക്കും അത് വലിയ രീതിയിൽ വിവാദം തന്നെയായിരുന്നു. 2004 ഏപ്രിൽ 12 ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ ദുരന്തത്തിന്റെ കേന്ദ്ര ബിന്ദു രാഷ്ട്രീയ നേട്ടങ്ങൾക്കായിട്ടുള്ള സൗജന്യ വിതരണമാണ്.
സൗജന്യമായിട്ട് സാരി ലഭിക്കുന്നുവെന്നുള്ള പ്രതീക്ഷയിൽ ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ള സ്ത്രീകളാണ് പ്രധാനമായിട്ടും ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തത്. സംഘാടകർ പരിപാടി അവസാനിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയും ഗേറ്റിന് സമീപമുള്ള കൗണ്ടറിൽ നിന്ന് സാരി വാങ്ങണമെന്ന് അറിയിക്കുകയും ചെയ്തപ്പോൾ തിക്കിലും തിരക്കിലും പെട്ട സ്ത്രീകൾ മരണപ്പെടുകയായിരുന്നു. സംഘാടനത്തിലെ വീഴ്ചകളുമായി ബന്ധപ്പെട്ട നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്വം ഒഴിവാക്കുന്നതിൽ രാഷ്ട്രീയ നേതൃത്വവും വിജയിച്ചു. ദുരന്തം നടക്കുമ്പോൾ ലാൽജി ടണ്ടൻ വേദി വിട്ടിരുന്നു. തൽഫലമായിട്ട് അന്വേഷണത്തിൽ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റും ലഭിച്ചു. പകരം പ്രാദേശിക സംഘാടകരുടെ മേൽ കുറ്റം ചുമത്തപ്പെട്ടു. രണ്ടാം വരവിന് കോപ്പുകൂട്ടി ഇന്ത്യ തിളങ്ങുമെന്ന മുദ്രാവാക്യവുമായി ഇറങ്ങിയ NDF-നേറ്റ തിരച്ചിലുകളിൽ ഒന്നായിരുന്നു ആ ഒരു അപകടം.